അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ടൂറിസ്റ്റുകളെ കുഴപ്പത്തിലാക്കുന്ന ഈ സമരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ പെറുവിലും അത് ഉണ്ടാവും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ പാലത്തിൽ നിറയെ ലോക്കുകൾ ഉണ്ട്. അവിടെ കാമുകന്മാർ പോയിട്ട് ഈ ലോക്കിൽ പേരെഴുതും. ഇതിന് മീതെ വെച്ച് പൂട്ടിയിട്ട് അതിൻ്റെ താക്കോല് ഈ പുഴയിലേക്ക് വലിച്ചെറിയും. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇത്തിരി സ്ലോ ആയിട്ടാണ് അവിടെ എത്തിയപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് നല്ല അവരുടെ ഭാഷയിലുള്ള ചീത്തവിളി കേൾക്കേണ്ടി വന്നു. ഈ ബ്ലാക്ക് ഡെത്ത് വന്നിട്ട് ഇവരെല്ലാവരും ഇല്ലാതായി. അത് ഒരു നൊമ്പരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. റെയിൻബോ മൗണ്ടനിൽ നിന്ന് ഉള്ള യാത്ര, റെയിൻബോ മൗണ്ടനിൽ മല കയറാൻ പറ്റാത്തതിൻ്റെ നിരാശയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു. തിരിച്ച് വാനുകളിൽ കയറി. വാനുകളിൽ ഒക്കെ ജീവച്ഛവങ്ങളെ പോലെയായിരുന്നു യാത്രക്കാർ മുഴുവൻ. എല്ലാവരും മല കയറിയവരും കയറി ക്ഷീണിച്ചവരും തണുപ്പ് കൊണ്ട് വിറങ്ങലിച്ചവരും ഒക്കെ നിശബ്ദരായി വണ്ടിയിൽ കയറി ഇരുന്നു. ഞാനും ഫ്രണ്ട് സീറ്റൊക്കെ വിട്ട് പുറകിൽ സെൻറ്ററിൽ ഒരു കംഫർട്ടബിളായിട്ടുള്ള സീറ്റിലേക്ക് വന്നു. ചെറിയ തോതിൽ ഉള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ട്, ഭയങ്കര ബോഡി പെയിൻ ഉണ്ട്. ഈ ഇത് കയറിയതിൻ്റെയും കുതിരപ്പുറത്ത് പോയതിൻ്റെയും ഒക്കെ ഉദ്ദേശിച്ച പോലെ അതിൻ്റെ ഏറ്റവും മേലെ കയറിയിട്ടുള്ള മനോഹരമായിട്ടുള്ള റെയിൻബോ കളേഴ്സ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിലുള്ള സങ്കടവും ഒക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. തിരിച്ച് ഞങ്ങൾ കുസ്കോയിൽ ഹോട്ടലിലെത്തുമ്പോൾ അവിടെ പെറുവിയൻ ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പെറുവിയൻ സ്റ്റൈലിലുള്ള ഡാൻസും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് അന്ന് പോകാൻ ധൈര്യം ഉണ്ടായില്ല. കാരണം കിടന്നുറങ്ങിയേ പറ്റൂ എന്ന് ശരീരം ഇങ്ങനെ ആർത്ത് നിലവിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അന്ന് രാത്രി മാത്രമല്ല, രാവിലെ നേരത്തെ എഴുന്നേറ്റ് പുറപ്പെടണം. 6 മണിക്ക് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് വാനിൽ കയറിയിട്ട് പിറ്റേന്ന് മാച്ചു പിച്ചുവിലേക്ക് പോകണം. അപ്പോൾ അതൊരു ഹെക്ടിക് ഡേ ആണ് അടുത്ത ദിവസം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഡിന്നറിനും ഡാൻസ് പരിപാടികൾ കാണാനും ഒക്കെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂടി സ്പോയിൽഡ് ആവും എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അന്ന് രാത്രി ആ പെറുവിയൻ ഡിന്നറിന് പോയില്ല. പോയി റൂമിൽ കയറി കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 6:30-7 മണിയോട് കൂടിയിട്ട് എല്ലാവരും താഴെ ഇറങ്ങി. എല്ലാവരും ഈ വാനിലേക്ക് കയറി. 2 വാനുകളിലായിട്ടാണ് പിന്നെ യാത്ര അന്ന് ആരംഭിച്ചത്. അപ്പോൾ ഞാൻ പതിവ് പോലെ ഏറ്റവും മുൻപിലെ സീറ്റിൽ തന്നെ ഇരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. തലേ ദിവസത്തെ മലകയറ്റവും രാത്രിയിലെ ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ട് ടയേർഡായിട്ടുള്ള മറ്റ് സഹയാത്രികരെ എല്ലാവരും ഒരുവിധം പുറകിലെ സീറ്റുകളിൽ നല്ല ഉറക്കത്തിലായി. ഏർലി മോർണിംഗിലുള്ള കുസ്കോവിലേക്കുള്ള യാത്ര ശരിക്കും എന്നെ ഓർമ്മിപ്പിച്ചത് കാഠ്മണ്ഡുവിൽ നേപ്പാളിൽ നടത്തിയിട്ടുള്ള യാത്രകളെയാണ്. കാഠ്മണ്ഡുവിൻ്റെ തെരുവുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗാണ്. പോകുന്ന വഴിക്കൊക്കെ ഇൻക വംശജരുടെ വീരനായകന്മാരുടെ പ്രതിമകളും അവരുടെ മെമ്മോറിയൽസും ഒക്കെ റോഡ് സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ കഴിയും. ആളുകൾക്ക് ഒരു നമ്മൾ നേപ്പാളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആളുകളുടെ മംഗോളിയൻ വംശജരുടെ ഛായയാണ്. അവർ ഇൻക വംശജരുടെ പിൻഗാമികളാണ്. ആ യാത്രയിൽ മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് ഈ വഴിയോര കാഴ്ചകൾ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ ഉണ്ടാവും.
റെയിൻബോ മൗണ്ടനിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഗട്ട് റോഡുകളിൽ കൂടെയൊക്കെയുള്ള യാത്രയുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതത്തിലേക്കുള്ള യാത്ര ആയതുകൊണ്ടായിരിക്കണം. റോഡുകളെല്ലാം നല്ല റോഡുകളാണ്. മലമടക്കുകളിലൂടെയും ഒക്കെ ചുറ്റിക്കറങ്ങി പോകുന്ന, ചുരം കയറി പോകുന്ന ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ്. ചുറ്റും മലകളാണ്, മലകളുടെ ഇടയിലൂടെയാണ് ഈ യാത്ര. അതിമനോഹരമായ ഒരു റൂട്ടാണ്. താഴെ ഒഴുകുന്ന നദി കാണാം. നദിയുടെ തീരത്തുള്ള തെങ്ങി പാർക്കുന്ന ആളുകളുടെ വീടുകൾ കാണാം. വീണ്ടും മലനിരകളിൽ വിജനമായിട്ടുള്ള താമസമില്ലാത്ത ഏരിയാസ് ഉണ്ട്. ചിലത് നമ്മളുടെ പഴയ തെരുവുകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ രണ്ട് സൈഡിലും അടുത്തടുത്തടുത്ത് വീടുകളായിട്ടുള്ള വീതി കുറഞ്ഞ റോഡുകളുണ്ട്. മടങ്ങി വരുന്ന യാത്രക്കാരെയും കൊണ്ടുള്ള ബസ്സുകൾ ഞങ്ങളെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഈ പെറൂവിയൻ റെയിലിൻ്റെ INCA എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇൻക റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ പരിസരത്തുള്ള ഒരു ബസ് ബേയിൽ ഞങ്ങളുടെ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. ഇറങ്ങുന്നിടത്ത് തന്നെ യൂറിൻ ഷെഡുകളും ടോയ്ലറ്റ്സും ഒക്കെ ഉണ്ട്. വലിയ യൂറിൻ ഷെഡുകളും ടോയ്ലറ്റുകളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട്. അത് ഇത്രയും ദൂരെ നിന്ന് ഈ തണുപ്പിൽ യാത്ര ചെയ്ത് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒക്കെ വളരെ ബുദ്ധിപൂർവ്വം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ബാത്റൂമിലൊക്കെ കയറി പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടാൻ സമയമായിട്ടുണ്ട്. അപ്പം ഒരു 2 ഫർലോങ് അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ വണ്ടി കൊണ്ടുപോകാൻ പാടില്ല. അതുകൂടെ നടന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ അവിടെ ഈ ക്യൂരിയോ ഷോപ്പുകളും നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കടകളും അതിൻ്റെ ടിക്കറ്റ് കൗണ്ടേഴ്സും എല്ലാം ഉണ്ട്. ബെന്നി എല്ലാവർക്കുമുള്ള ടിക്കറ്റുകൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ടിക്കറ്റുകൾ എല്ലാ യാത്രക്കാർക്കും തന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള പെറൂവിയൻ റെയിലിൻ്റെ ട്രെയിൻ അവിടെ നമ്മളെ കാത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാവരും നടന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫോട്ടോകൾ എടുത്തു. പല യാത്രക്കാരെല്ലാവരും പല ബോർഡുകളുടെ മുമ്പിൽ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. ഞാൻ എൻ്റെ വീഡിയോ ക്യാമറയുമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നു. സജിൻ എന്ന് പറയുന്ന സുഹൃത്തുണ്ട്, എൻ്റെ സുഹൃത്താണ്. ഞാൻ ഈ യാത്രയിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദുബായിൽ നിന്ന് സജിൻ ഈ യാത്രയിൽ പങ്കാളിയായത്. സജിൻ ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ സജിനാണ് എൻ്റെ ചില വീഡിയോസും ഞാനുള്ള ചില വീഡിയോസും എൻ്റെ ചില ഫോട്ടോഗ്രാഫ്സും ഒക്കെ സജിനാണ് എനിക്ക് എടുത്തു തന്നത്. മാച്ചുപിച്ചുവിലേക്ക് പോകാൻ 2 രീതികളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ട്രക്ക് ചെയ്തിട്ട് മാച്ചുപിച്ചുവിലേക്ക് പോകാം. അങ്ങനെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ട്രക്കിംഗ് 3 ദിവസം എടുക്കും. 3 ദിവസം നടന്നാണ് അവർ മാച്ചുപിച്ചുവിലെത്തുക. ആ 3 ദിവസം നടക്കുമ്പോൾ അവരുടെ ലഗേജ് എടുക്കാൻ നമ്മൾ ഈ നേപ്പാളിൽ ഷേർപ്പകളുള്ളതുപോലെ ഇവിടെയും ഷേർപ്പകളുണ്ട്. ഇൻക വംശജരായിട്ടുള്ള ഈ ഭാരം വഹിച്ച് ഈ ട്രക്കിംഗ് ചെയ്യാൻ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ, അവർക്ക് അവരുടെ ഒരു ഫീസ് കൊടുത്താൽ നിങ്ങളുടെ ലഗേജൊക്കെ അവരെടുക്കും. നമുക്ക് നടക്കാൻ ഒരു വടിയൊക്കെ 2 വടിയൊക്കെ തരും. അതൊക്കെ കുത്തിയിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ അതാണ് ഒരു മാർഗം. അങ്ങനെ പോകുന്ന ധാരാളം യൂറോപ്യരെ നമ്മൾ വഴിയിൽ കണ്ടു. നടന്ന് കയറുന്ന ആളുകളെ വഴിയിലുടനീളം നമ്മൾ കണ്ടു. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആ യാത്ര തുടരുന്ന
ആളുകളെയും കണ്ടു. പക്ഷെ രണ്ടാമത്തെ മാർഗം ഈ പെറുവിയൻ ട്രെയിനിൽ നമുക്ക് പോകാം. നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന ഉള്ള പോലത്തെ ഒരു ട്രെയിനാണ്. ഈ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിൻ്റെയൊക്കെ സ്വഭാവമുള്ള ട്രെയിനാണ് മാച്ചു പിച്ചുവിലേക്ക് പോകുന്ന ഈ ട്രെയിൻ. അപ്പം ഈ യാത്ര എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ നമ്മളൊരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് എത്തുന്ന സ്ഥലത്ത് നിന്ന് ഒരു ടൗൺഷിപ്പ് ഉണ്ട്. ആ ടൗൺഷിപ്പിൽ ഈ ട്രെയിൻ നിൽക്കുന്ന സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്ററോളം നടക്കണം. ആ നടന്ന് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് മറ്റൊരു ബസ്, ആ ബസ്സിൽ ക്യൂ നിന്ന് കയറിയിട്ട് വേണം മാച്ചു പിച്ചുവിൻ്റെ താഴെയുള്ള സ്ഥലത്തെത്താൻ. അവിടെ നിന്ന് ഒരു 15-20 മിനിറ്റ് നേരത്തെ ബസ് യാത്രയുണ്ട്. അത് ഹെയർ പിൻ ബെൻഡുകളൊക്കെ കയറിയിട്ട് ബസ് പോകാവുന്നതിൻ്റെ മാക്സിമം ദൂരത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ പെറുവിയൻ റെയിലിൻ്റെ INCA റെയിലിൻ്റെ ട്രെയിനിൻ്റെ അടുത്തെത്തി. ഈ ട്രെയിനിലേക്ക് കയറാനുള്ള താൽക്കാലിക സ്റ്റെപ്പ് അതിൻ്റെ സ്റ്റാഫ് കൊണ്ടുവന്ന് പുറത്ത് വെച്ചു. ആളുകൾ എഗെയിൻ ക്യൂ നിൽക്കുകയാണ് അകത്തേക്ക് കയറാൻ. ആ ക്യൂ നിൽക്കുന്നതിൻ്റെ വീഡിയോ ഉണ്ട്. നമ്മുടെ യാത്രക്കാരും ഒക്കെ നമ്മളുടെ കോച്ച് നമ്പറും സീറ്റ് നമ്പറും നോക്കിയിട്ട് ഈ ട്രെയിനിന് കയറാൻ വേണ്ടി ക്യൂ നിന്ന് നീല കളറിൽ നീലയും മഞ്ഞ വരകളും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ട്രെയിനാണ്. ഇതിൻ്റെ വലിയ കണ്ണാടി ജനലുകളാണ്. ജനൽ തുറക്കാൻ പറ്റില്ല, ഫുൾ ഗ്ലാസ്സാണ്, ബോഡി ഗ്ലാസ്സാണ്. പിന്നെ ടോപ്പും ഗ്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചില മലകളുടെ ഒക്കെ അടുത്ത് കൂടെ പോകുമ്പോൾ ഈ മുകളിലൂടെയും മലയുടെ ദൃശ്യങ്ങളും കാടിൻ്റെ പോകുന്ന വഴിയുള്ള കാടിൻ്റെ ദൃശ്യങ്ങളൊക്കെ മരങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ഈ റൂഫിലൂടെയും കാണാൻ പറ്റും. ട്രെയിനിൽ കയറി ഞങ്ങളെല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് ഞാൻ ട്രെയിനകത്തുള്ള യാത്രക്കാരുടെയൊക്കെ വീഡിയോസും സ്റ്റാഫിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഫ്ലൈറ്റിലുള്ളതുപോലെ ഒരു ട്രോളി തള്ളിയിട്ട് ഒരു സ്റ്റാഫ് നമ്മുടെ അടുത്ത് വന്നു. പക്ഷെ നമ്മൾ അവരുടെ പൈസ കൊടുത്താൽ ബിയർ കിട്ടും, ടീ കിട്ടും, ബിയർ കിട്ടും, കോഫി കിട്ടും, ചോക്ലേറ്റ് ബാർസ്, അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നത് ഈ ഇതിലെ സ്റ്റാഫ് തന്നെയാണ്. എയർ ഹോസ്റ്റസ് പോലെയുള്ളൊരു ലേഡി. നമ്മളുടെ ഈ ബഡ്ജറ്റ് ഫ്ലൈറ്റുകളിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ഭക്ഷണം മേടിക്കാമല്ലോ, അതുപോലെ ഇവർ ഈ വണ്ടിയും തള്ളിയിട്ട് നമ്മുടെ അടുത്തൊക്കെ വരും. വണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിട്ട് ഉള്ള സൈഡിലൂടെയുള്ള ദൃശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്ന നിർഭാഗ്യം പോലെ എൻ്റെ സീറ്റുള്ള സൈഡിൽ കാഴ്ചകൾ കുറവും അവിടെ വളരെ ക്ലോസറായിട്ട് മൗണ്ടൻസുമാണ്. മറ്റ് സൈഡിലാണെങ്കിൽ പുഴയും മനോഹരമായ കാഴ്ചകളുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ നിരാശയോട് കൂടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നത്. പക്ഷെ ആ യാത്ര വളരെ മനോഹരമായിരുന്നു. ഞങ്ങൾ ഈ ആമസോൺ ലാറ്റിൻ അമേരിക്കൻ യാത്ര ചെയ്തതിന് ശേഷം ഈ അടുത്ത് ഒരു ഫെബ്രുവരിയിൽ അന്റാർട്ടിക്കയിലേക്കൊരു ട്രിപ്പ് ബെന്നീസ് റോയൽ ടൂർസ് സംഘടിപ്പിച്ചു. ആമസോണൊന്നുമില്ല അന്ന് ഞങ്ങൾ പോയാൽ. ആമസോൺ കാടുകളും ആമസോൺ റിവറൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ അതില്ല, ആമസോൺ റിവർ ഇല്ല എന്ന് തോന്നുന്നു. പക്ഷേ ബാക്കി അർജൻറ്റീനയും ബ്രസീലും പെറുവും ഒക്കെ ചുറ്റിയിട്ടുള്ള യാത്ര കഴിഞ്ഞിട്ട് ഫൈനലി ബ്യൂണസ് ഐറിസിൽ വരും, അർജൻറ്റീനയിൽ. അവിടെ നിന്നാണ് അന്റാർട്ടിക്കയിലേക്കുള്ള ക്രൂയിസ് കയറുന്നത്. അപ്പം ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ ബ്യൂണസ് ഐറിസിൽ വരികയും അവിടുന്ന് ഈ
ക്രൂയിസ് ഷിപ്പിൽ കയറുകയാണ് ചെയ്തത്. അപ്പോൾ ആ തവണ ഈ സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക ട്രിപ്പിൽ പോയ ആൾക്കാർ മാച്ചു പിച്ചുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുസ്കോയിലെത്തിയപ്പോൾ ഈ ചിലി പെറുവിയൻ റെയിൽ ജീവനക്കാർ സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് അന്ന് ട്രെയിൻ ഉണ്ടായില്ല. അപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ടൂറിസ്റ്റുകളെ കുഴപ്പത്തിലാക്കുന്ന ഈ സമരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ പെറുവിലും അത് ഉണ്ടാവും എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ യാത്രികരെല്ലാവരും നിരാശരായിരുന്നു. അവർക്ക് ആർക്കും മാച്ചു പിച്ചു കാണാൻ കഴിഞ്ഞില്ല. ആ ട്രെയിൻ ഈ പർട്ടിക്കുലർ ട്രെയിൻ പെറുവിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതായിരുന്നു. അത് പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ പെറുവിയൻ റെയിൽ മാച്ചു പിച്ചുവിലേക്കുള്ള ട്രെയിൻ കുറേ കൂടി സൗകര്യങ്ങൾ കൂട്ടാനും കുറേ കൂടി ലക്ഷറിയസ് ആക്കാനും വേണ്ടി ആയിരിക്കണം അവരത് പ്രൈവറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് എതിർത്തുകൊണ്ട് ഈ പെറുവിയൻ റെയിലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ സ്ട്രൈക്ക് ചെയ്തു. ഞങ്ങൾ പോയ ദിവസം ആ സ്ട്രൈക്ക് ഉണ്ടാവാതിരുന്നുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ കാണാനും അതിൽ കയറാനും മാച്ചു പിച്ചുവിൽ പോകാനും കഴിഞ്ഞു. അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഈ മാച്ചു പിച്ചു ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് നടക്കണം. ഏതാണ്ട് ഒരു 3/4 കിലോമീറ്ററോളം നടക്കണം. ഈ നടക്കുന്ന വഴിയുടെ 2 സൈഡിലും കടകളാണ്. ഈ പെറുവിയൻ കരകൗശല വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും ഓർണമെൻറ്റ്സിൻ്റെയും അവരുടെ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന തേനിൻ്റെയും ഒക്കെ വലിയ കളക്ഷനുകൾ വിൽക്കുന്ന ഈ പെറുവിയൻ സ്റ്റോണിലുണ്ടാക്കിയിട്ടുള്ള ആഭരണങ്ങൾ, പെറുവിയൻ സ്റ്റോണിലുണ്ടാക്കിയിട്ടുള്ള ഗൃഹോപകരണങ്ങൾ, അവിടുത്തെ തണുപ്പിനെ നേരിടാനുള്ള വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ, കമ്പിളി തൊപ്പികൾ, അങ്ങനെ ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള ക്യൂരിയോസിൻ്റെ ഷോപ്പുകൾ ഈ പോകുന്ന വഴിയിലെല്ലാം ഉണ്ട്. ആ കടകൾക്കിടയിലൂടെ നമ്മൾ നടന്നു വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു പാലത്തിലേക്കാണ് കയറുക. താഴെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതിന് മീതെയുള്ള ഈ ഇരുമ്പ് പാലം നമ്മൾ യൂറോപ്യൻ നഗരങ്ങളിലൊക്കെ കാണുന്ന പോലെ ഈ പാലത്തിൽ നിറയെ ലോക്കുകൾ ഉണ്ട്. അവിടെ കാമുകന്മാർ പോയിട്ട് യൂറോപ്പിലൊക്കെ ഉള്ള ഒരു ശീലമാണത്. നമ്മൾ സ്പെയിനിലൊക്കെ പോകുമ്പോൾ അത് കാണാം. ഈ ലോക്കിൽ പേരെഴുതും. ജസ്റ്റ് മാരീഡ് കപ്പിൾസ് അല്ലെങ്കിൽ കപ്പിൾസ്, അതല്ലെങ്കിൽ കാമുകന്മാർ അവിടെ വരുമ്പോൾ ഈ ലോക്കിൽ അവരുടെ പേര് എഴുതിയിട്ട് ഇതിന് മീതെ വെച്ച് പൂട്ടിയിട്ട് അതിൻ്റെ താക്കോല് ഈ പുഴയിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ഈ പാലത്തിൽ നിറയെ ലോക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹയാത്രികരൊക്കെ വേഗം ബസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അവർ വേഗം പോയി. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇത്തിരി സ്ലോ ആയിട്ടാണ് അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഗൈഡിൻ്റെ കയ്യിൽ നിന്ന് നല്ല അവരുടെ ഭാഷയിലുള്ള ചീത്തവിളി കേൾക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഓടി ഒരു വിധം അവിടെ ചെന്ന് ആ ക്യൂവിൽ കയറി. അപ്പോൾ അവിടെ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 15-20 മിനിറ്റ് ദീർഘിക്കുന്ന ബസ് യാത്രയുണ്ട്. അതിലേക്ക് ഓരോ ടൂറിസ്റ്റ് ഗ്രൂപ്പുകളും ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ അതിമനോഹരമായിട്ടുള്ള ചില ചുവർ ചിത്രങ്ങളുണ്ട്. ഒരു നീല കളറിൽ ഒരു സ്ത്രീയുടെ കാക്ടസിൻ്റെ ഒരു ഫ്ലവറാണെന്ന് തോന്നുന്നു കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചുവർ ചിത്രം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. റോഡ് സൈഡിലെല്ലാം വലിയ കാക്ടസ്, നമ്മുടെ ഈ കള്ളിമുൾച്ചെടി എന്ന് പറയുന്ന സാധനം, നല്ല നീളത്തിലുള്ള വലിയ കാക്ടസ് ഒക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ
പിക്ചേഴ്സ് ഞാൻ എടുത്തു. എന്നിട്ട് ആ ബസ്സിലേക്കുള്ള ക്യൂവിൽ ഞങ്ങളെല്ലാവരും കാത്തു നിന്നു. കുറേ സമയത്തിന് ശേഷം ആ ബസ്സുകൾ ഓരോന്നോരോന്നായിട്ട് നിറയുന്നതിനനുസരിച്ച് പോവും. നമുക്ക് ഈ സീറ്റ് നമ്പറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പും ഒരു വലിയ ബസ്സിലേക്ക് കയറി. ആ ഒരു ബസ് മതി എല്ലാ ആളുകളെയും ആ ഒരു ബസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഞങ്ങൾ 44ഓളം പേരാണ്, അതിൽ ചിലർ വന്നിട്ടില്ല. അങ്ങനെ ഒരു 10-40 പേര് ഉള്ള ഇത് ഈ ബസ്സിൽ കയറി. അങ്ങനെ ബസ് അവിടെ നിന്ന് പുറപ്പെട്ടു. ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുള്ള ആ യാത്രയും അതിമനോഹരമാണ്. ദൂരെ നിന്ന് മാച്ചു പിച്ചുവിലെ മലനിരകൾ നമുക്ക് ദൂരെ കാണാം. ഈ ബസ്സിലുള്ള യാത്ര നമ്മൾ ഈ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ഉള്ള പോലെ ചുരങ്ങളിലൂടെ ഹെയർപിൻ ബെൻഡൊക്കെ കയറിയിട്ട് ഈ ബസ് യാത്രയായി. ഇത് മാച്ചു പിച്ചുവിൻ്റെ ഏറ്റവും അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ബസ്സാണ്. അങ്ങനെ ഈ ബസ് പോകുന്ന വഴിയിലുള്ള വശങ്ങളിലുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തു. ഞാൻ ഏറ്റവും മുമ്പിൽ കുറച്ച് നേരം ഇരിക്കാൻ ആ ഡ്രൈവർ അനുവദിച്ചു. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കുറേ വീഡിയോസ് എല്ലാം എടുത്തു. മാച്ചു പിച്ചുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിക്ചറുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ആ സ്ഥലം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം അറിയണം. മാച്ചു പിച്ചു എന്ന് പറയുന്ന സ്ഥലം അത് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച പോലെ ഉള്ള സ്ഥലമാണ്. അതായത് ഇതെല്ലാം മൗണ്ടൻസാണ്. ഈ വിരലുകളെല്ലാം പോലെ മൗണ്ടൻസും ഈ ഉള്ളം കൈ പോലെ അതിൻ്റെ നടുവിലുള്ള ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് 1400-കളിൽ ഈ ഇൻക വംശജരുടെ രാജാവും മറ്റ് കുടുംബാംഗങ്ങളും അവരുടെ സേവകരും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ, ഒരു 500-600 ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ ഈ സ്ഥലത്ത് വന്ന് താമസിച്ചു. അവിടെ വേനൽക്കാലത്ത് താഴ്വാരങ്ങളിൽ നിന്ന് ആളുകൾ ഏതാണ്ട് വേനൽക്കാലം ചെലവഴിക്കാൻ അവിടെ ആ കാലത്ത് 2000-ഓളം പേര് വരുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു മാച്ചു പിച്ചു. 1500-കളിൽ സ്പാനിയാർഡ്സ് മിഷൻ പ്രവർത്തനവും കീഴടക്കലും സ്ഥലങ്ങൾ കീഴടക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് സ്പാനിയാർഡ്സ് സൈനികർ വരികയും പെറുവിൻ്റെ മറ്റു സ്ഥലങ്ങളെല്ലാം കീഴടക്കുകയും ചെയ്തു. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്ഥലമുണ്ട്, അവിടെ ഇതിൻ്റെ പ്രധാന ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് അറിയുകയും അവരവിടെ വരികയും അവരെ വന്ന് ആക്രമിച്ച് ഇവരെല്ലാം കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഒരു വിശ്വാസം. പക്ഷെ പറയപ്പെടുന്ന ഒരു ദുരൂഹമായ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പാനിയാർഡ്സ് അവരുടെ സൈനികർ അവിടെ എത്തുമ്പോഴേക്കും ഈ നഗരം നാമാവശേഷമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ചരിത്രകാരന്മാർ പറയുന്നത് അവർ വരുമ്പോഴേക്കും ആ നഗരത്തിലെ ആളുകളെല്ലാം മരിച്ചു കഴിഞ്ഞിരുന്നു. പറയപ്പെടുന്നത് വസൂരിയോ പ്ലേഗോ പോലെയുള്ള എന്തോ ഒരു പകർച്ചവ്യാധി വന്നിട്ട് ഈ ആളുകൾ മുഴുവൻ മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചിലപ്പോൾ 500-ലധികം വരുന്ന ആളുകൾ അല്ലെങ്കിൽ 1000-ലധികം വരുന്ന ആളുകൾ ഓൾറെഡി മരിച്ചിരുന്നു എന്നാണ് സ്പാനിഷ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു കൂട്ടക്കൊല അവിടെ നടന്നിട്ടില്ല. അവർ വരുമ്പോഴേക്കും ഈ ആളുകളെല്ലാം മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയന്നിട്ട് അവർ തിരിച്ചു പോന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ സ്ഥലത്തെ ആളുകൾ മരിച്ചു പോവുകയും ഒക്കെ ചെയ്തത് പകർച്ചവ്യാധി കൊണ്ട് ആയിരിക്കാമെന്നുള്ളത് കൊണ്ട് അവർ പിന്നെ അവിടെ അധികം നിൽക്കാതെ തിരിച്ച് പോന്നു. പിന്നീട് കാലം ഇത് വിസ്മൃതിയിലായിപ്പോയി. ഈ നഗരം വിസ്മൃതിയിലായിപ്പോയി. 1400-ൻ്റെ പകുതികളിലാണ് ഇവിടെ ഈ നഗരം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ഇവിടെ ആളുകളുണ്ടായിരുന്നു. 1500-ൻ്റെ ഏതാണ്ട് പകുതി വരെ ആ സാമ്രാജ്യം നിലനിന്നിരുന്നു. അതിനുശേഷം
ആണ് ഈ സ്പാനിയാർഡ്സ് ഒക്കെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം മരിച്ചു പോയതായിട്ട് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഭയന്നിട്ട് പിന്നീട് ആരും അങ്ങോട്ട് കയറിയില്ല. അന്നത്തെ വിശ്വാസങ്ങളൊക്കെ വേറെ ആയിരുന്നിരിക്കുമല്ലോ, ദൈവകോപം എന്നോ. സൂര്യനെ ആരാധിച്ചിരുന്ന ആൾക്കാരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ആളുകൾ മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടു, ഈ പകർച്ചവ്യാധി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ടു. അതിനുശേഷം ഇത് വിസ്മൃതിയിലായി. പിന്നീട് കാട് പതിവ് പോലെ ഈ നഗരത്തിനെ കീഴ്പ്പെടുത്തി ഇതിൻ്റെ മീതെയൊക്കെ പുല്ലുകളും കാട്ടുചെടികളൊക്കെ വളർന്ന് ഇത് കവർ ചെയ്യപ്പെട്ടു. പിന്നീട് 1902 അഗസ്റ്റിൻ എന്നു പേരുള്ള അഗസ്റ്റിൻ, പിന്നെ ഒരു വലിയ പേരാണ്, അത് മുഴുവൻ എനിക്ക് ഓർത്ത് പറയാൻ കഴിയില്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അഗസ്റ്റിൻ എന്ന് പറയുന്ന പെറുവിയൻ എക്സ്പ്ലോറർ കം ഫാർമർ, അദ്ദേഹമാണ് ഈ മറഞ്ഞുപോയ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കഥകൾ കേട്ട് വളർന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത് തപ്പിപ്പിടിച്ച് പോയി ഈ സ്ഥലം കണ്ടെത്തി. 9 വർഷത്തിന് ശേഷം അമേരിക്കൻ എക്സ്പ്ലോറർ ജുറോ എന്ന് പറയുന്ന അമേരിക്കൻ എക്സ്പ്ലോറർ ഈ സ്ഥലം കണ്ടെത്തുന്നതിന് 9 വർഷം മുമ്പ് അഗസ്റ്റിൻ ഈ സ്ഥലം കണ്ടെത്തി. അത് കണ്ടെത്തി ഈ അമേരിക്കൻ എക്സ്പ്ലോറർ വന്നതിന് ശേഷമാണ് ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കി വീണ്ടും ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ 4-5 നൂറ്റാണ്ടുകൾ ഭയന്ന് ആളുകൾ അങ്ങോട്ട് പോകാതിരുന്നത് ആ പകർച്ചവ്യാധിയുടെ അണുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ടാവും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ സ്ഥലം മറഞ്ഞു കിടന്നത്. ഈ 500 വർഷങ്ങൾ മറഞ്ഞു കിടക്കാൻ കാരണം ആരും അങ്ങോട്ട് പോകാതിരുന്നതും അതിനെക്കുറിച്ചുള്ള ഭയമുണർത്തുന്ന കഥകൾ പ്രചരിച്ചത് കൊണ്ടുമായിരിക്കാം. പിന്നീട് അത് വിസ്മൃതിയിലേക്ക് പോയി. ഏതായാലും ഈ 2 എക്സ്പ്ലോറേഴ്സാണ് അതിനെ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. ഇപ്പോൾ അത് ലോകത്തിലെ നാച്ചുറൽ വണ്ടേഴ്സ്, നാച്ചുറലായിട്ടുള്ള 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ പെറുവിലെ മാച്ചു പിച്ചു. മാച്ചു പിച്ചുവിലേക്ക് കയറുന്ന സ്ഥലത്ത് എത്തുന്നതിന് തൊട്ട് മുൻപ് ദൂരെ മാച്ചു പിച്ചുവിലെ മലനിരകളൊക്കെ നമുക്ക് കാണാവുന്ന പൊസിഷനുകളിലൊക്കെ യാത്ര ചെയ്തു. അങ്ങനെ അവസാനം ഇതിൻ്റെ മാച്ചു പിച്ചുവിലേക്ക് കയറുന്നതിൻ്റെ താഴെ ബസ്സെത്തി. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും പോയിട്ട് മറ്റൊരു ക്യൂവിൽ നിൽക്കണം. അപ്പോൾ ചില ആളുകൾ ആ മുകളിലേക്ക് കയറാൻ പറ്റാത്ത പ്രായമുള്ള ആൾ, നമ്മളുടെ മുകുന്ദേട്ടനൊക്കെ താഴെ തന്നെ നിന്നു, കയറുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. അപ്പോൾ അവിടെ അവരുടെ ഒരു വലിയ ഗേറ്റൊക്കെ ഉണ്ട്. അവിടെ ഈ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന കൗണ്ടറുകളുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ നടന്നാണ് കയറേണ്ടത്. ആ കയറ്റം ഒരു ഭയങ്കര ഹൃദയാവർജകമായ കാഴ്ചകൾ കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കയറി ഏതാണ്ട് ഒരു 100 വാര പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ദൂരെ മാച്ചു പിച്ചുവിലെ അന്ന് ആളുകൾ താമസിച്ചിരുന്ന ആ സ്ഥലം നമുക്ക് കാണാൻ പറ്റും. ഈ കൈ ഇങ്ങനെ വെച്ചതുപോലെയുള്ള ഈ വിരലുകൾ പോലെയുള്ള മൗണ്ടൻസും അതിൻ്റെ നടുവിൽ കൈവെള്ള പോലെയുള്ള സ്ഥലമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാം. ഈ കൈവെള്ള പോലെയുള്ള സ്ഥലങ്ങളിലാണ് അന്ന് 500-600 ആളുകൾക്ക് താമസിക്കാനുള്ള മുറികളും ഈ ലൈനായിട്ട് ഉള്ള കെട്ടിടം. ഇതിനൊന്നും റൂഫില്ല, റൂഫൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ചുമരുകൾ മാത്രമാണ്, കരിങ്കൽ ചുമരുകളും ഈ മുറിയുടെ പാർട്ടീഷൻസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോസ് എടുത്ത് വീണ്ടും മുകളിലേക്ക് കുറേ കയറണം. ആ കയറ്റം അത്ര എളുപ്പമുള്ള കയറ്റമല്ല. നമ്മൾ ഭയങ്കരമായിട്ട് കുറച്ച് ദൂരം കയറും, നമ്മൾ പിന്നെ നിൽക്കും, പിന്നെ കിതപ്പാറ്റിയിട്ട് വീണ്ടും കയറും. അങ്ങനെ ആ ട്രക്കിംഗ് കുറച്ച് ഹെക്ടിക്കാണ്. അതിലെല്ലാവരും യാത്രികരെല്ലാവരും ആ വഴി കയറി. ഞങ്ങൾ അവസാനം ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോൾ അവിടെ നമ്മൾ ഈ താഴെ കാണുന്ന മുറികളുടെ ഷേപ്പിൽ ഒരു കുടിൽ അവർ സ്പെസിഫിനായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മുറി അതൊരു കാവൽപ്പുര പോലെ പണ്ട് ഉണ്ടായിരുന്നതായിരിക്കാം. അതിന് മാത്രം അവർ അന്നുണ്ടായിരുന്ന പോലെ, അന്ന് അവർ മേഞ്ഞിരുന്നത് പോലെ ഇങ്ങനെ കൂമ്പാര ഷേപ്പിൽ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ പുല്ല് മേഞ്ഞിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു സ്പെസിഫിനായിട്ട് അവിടെയുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലം താഴെ വളരെ അടുത്ത് വളരെ വ്യക്തമായിട്ട് ദൃശ്യമാവുന്ന പോലെ
ആ സ്ഥലം കാണുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഈ ഗ്രൂപ്പുകളൊക്കെ വന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. അവിടെ നിന്ന് ഈ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ താഴേക്ക് മറ്റൊരു വഴിയിൽ താഴേക്ക് ഇറങ്ങും. ആ ഇറങ്ങുന്നത് ഈ വീടുകളൊക്കെ തൊട്ടടുത്ത് നിന്ന് അതിനുള്ളിലൂടെ നടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഉള്ളംകൈയിലേക്ക് പിന്നെ ഈ മുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഫോട്ടോ എടുത്ത സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മലയുടെ 2 മലകൾക്കിടയിലുള്ള ഒരു സ്ഥലവും ഒരു മുൻപുണ്ടായിരുന്ന ഒരു വഴിയും നമുക്ക് കാണാം. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്ന വഴിയിലൂടെ ആയിരുന്നിരിക്കില്ല ആ കാലത്ത് ആളുകൾ വന്നിട്ടുണ്ടാവും. ആളുകൾ വന്നിട്ടുള്ള ഈ മുകളിലൂടെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അത് ക്ലോസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുക. അപ്പോൾ അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സജീവമായിരുന്ന ഒരു നഗരമാണ്. അപ്പോൾ 500-ലധികം ആളുകളും മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് അവിടെ താമസിച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന മുറികൾ, അവർ കിടക്കാൻ ഉപയോഗിച്ചിരുന്ന വലിയ കല്ലുകൾ. അപ്പം ഇതിൻ്റെ താഴെ ഈ വെള്ളം കൊണ്ടുപോകാനുള്ള ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഇതിലേക്ക് ഇവർ വെള്ളം കളക്ട് ചെയ്തിരുന്ന വെള്ളം കൊണ്ടുവന്നിരുന്ന ചില ചാലുകൾ. അപ്പോൾ ഈ എല്ലാ മുറികളിലൂടെയും വെള്ളം കടന്നു പോകാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട്. അതുപോലെ സൂര്യദേവനെ ആരാധിച്ചിരുന്ന ആളുകളാണ്. നമ്മളുടെ ഒരു ക്രോസ് കുരിശ് പകുതി മുറിച്ചതുപോലെ ഒരു കല്ലുകൊണ്ടുള്ള ഒരു സാധനമുണ്ട്. അതവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനവർ ഇൻക ക്രോസ് എന്നാണ് പറയുന്നത്. കുരിശിൻ്റെ പകുതി ഇങ്ങനെ കട്ട് ചെയ്തതുപോലെയാണ്. അതിൽ ഒരു നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടും ഉണ്ട്. അപ്പം വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക ദിവസം സൂര്യൻ ഒരു പ്രത്യേക പൊസിഷനിൽ വരുമ്പോൾ ഈ സ്ഥാപിച്ചിട്ടുള്ള ഈ ഹാഫ് ക്രോസ്, ഈ ഇൻക ക്രോസ്, അതിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ ഷാഡോ മണ്ണിൽ പതിക്കും, അതിൻ്റെ നിഴൽ മണ്ണിൽ പതിക്കും. ആ മണ്ണിൽ പതിക്കുമ്പോൾ ഇതൊരു ഫുൾ ക്രോസ് ആവും. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിലുള്ള ഈ സാധനത്തിൻ്റെ ഷാഡോ മണ്ണിൽ പതിക്കുമ്പോൾ ഇതൊരു ഫുൾ ക്രോസായിട്ട് മാറും. ഈ ഫുൾ ക്രോസ് ആവുകയും ഈ നടുവിലുള്ള അർദ്ധവൃത്തം ഈ ഷാഡോവും കൂടി ചേരുമ്പോൾ പൂർണ്ണ വൃത്തമാവും. അതിനുള്ളിലൂടെ സൂര്യപ്രകാശം കടന്നു വരും. അത് ആ ദിവസമാണ് അവരുടെ ഉത്സവം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഇൻക ക്രോസ് വളരെ സജീവമായിട്ട് നമുക്ക് ഈ കടകളിലൊക്കെ ഇൻക ക്രോസിൻ്റെ മോഡൽസ് കിട്ടും, അതായത് കംപ്ലീറ്റഡ് മോഡൽസ് കിട്ടും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഇൻക ക്രോസ് അവിടെ പകുതിയേ ഉള്ളൂ. അത് വർഷത്തിലൊരിക്കലും മാത്രമേ പൂർണ്ണമായിട്ടും ഇൻക ക്രോസ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ഇടയിലൂടെയൊക്കെ താഴെ ലാമാസ് എന്ന് വിളിക്കുന്ന ഈ ഒട്ടകത്തിന് ആടിലുണ്ടായതുപോലെയുള്ള ഒരു മൃഗമുണ്ട്. അത് കഴുത്തിന് ഇത്തിരി നീളം കൂടുതലുണ്ട്. മുഖം ആടിൻ്റേതുപോലെ ആയിരിക്കും, പക്ഷെ ശരീരമൊക്കെ ആടിൻ്റേതുപോലെയാണ്. പക്ഷെ എവിടെയോ ഒരു ഒട്ടകത്തിൻ്റെ കുഞ്ഞാണ് അല്ലെങ്കിൽ ജിറാഫിൻ്റെ കുഞ്ഞാണെന്നൊക്കെ തോന്നുന്ന പോലെ ഒരു ഷേപ്പ് ഉണ്ട് അതിന്. ഈ ലാമകൾ അവിടെ ഇടയിലൂടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിനിടയിലൂടെ നമ്മൾ ഇവർ ക്ഷേത്രമായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം, ഇവർ ഈ ഉത്സവ ദിവസം ഇവരുടെ ആഘോഷങ്ങളും റിച്വൽസും ഒക്കെ നടന്നിരുന്ന ഗ്രൗണ്ട്, അതെല്ലാം കണ്ട് ഇതിനിടയിലൂടെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത ഒരു വേദന നമ്മുടെ ഉള്ളിൽ വരും. നമുക്കൊരു അറിയാതെ ഒരു ദുഃഖം നമ്മുടെ ഉള്ളിൽ വരും. ഒരു ജനസമൂഹം, ഒരു സമൂഹം ടോട്ടലി തുടച്ചു നീക്കപ്പെട്ട ഒരു സ്ഥലമാണ്. എന്താ പറയേണ്ടത്, ഒരു സംസ്കാരം ഗോൺ വിത്ത് ദ വിൻഡ് എന്ന് പറയുന്ന പോലെ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്, ഹോളിവുഡ് സിനിമയുണ്ട്, ഗോൺ വിത്ത് ദ വിൻഡ് എന്നാണ് അതിൻ്റെ
പേര്. അതിൻ്റെ അവസാനം ആ പടം പൂർത്തിയാകുമ്പോൾ ഉള്ള ഒരു നരേഷനുണ്ട്, എ സിവിലൈസേഷൻ ഗോൺ വിത്ത് ദ വിൻഡ് എന്നാണ് ആ നരേഷൻ വോയിസ് വരിക. ഇവിടെ നിന്നപ്പോൾ ഞാൻ ആ സിനിമയെ ഓർത്തുപോയി, എ സിവിലൈസേഷൻ ഗോൺ വിത്ത് ദ വിൻഡ്. നമ്മളിപ്പോൾ പറയുന്ന കോവിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരിട്ട അതുപോലൊരു പ്രതിസന്ധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യരംഗമോ ഒന്നും അത്രയധികം പുരോഗമിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് അങ്ങനെ എന്തോ ഒരു പകർച്ചവ്യാധി, ഈ ബ്ലാക്ക് ഡെത്ത് വന്നിട്ട് ഇവരെല്ലാവരും ഇല്ലാതായി. അത് ഒരു നൊമ്പരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും ഈ മാച്ചു പിച്ചുവിലൂടെ നടക്കുമ്പോൾ.